യുബിക്സ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ട്രൈക്കോഡർമയുടെ മിക്സിംഗ് ആണ് പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ട്രൈക്കോഡർമ മിക്സ് ചെയ്യാം. ട്രൈക്കോഡർമ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് പോകുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 10 കിലോ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക എന്നുള്ളതാണ്. ഈ കാണുന്നത് 10 കിലോ വേപ്പിൻ പിണ്ണാക്കാണ്. ഞാൻ അർബാനയിൽ ഇട്ടിരിക്കുന്നതാണ്. ഈ 10 കിലോ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമുക്ക് ആദ്യം തന്നെ 1 കിലോ ട്രൈക്കോഡർമ മിക്സ് ചെയ്യാം. ആണ് ട്രൈക്കോഡർമ വേറിട്ട് എന്ന് പറയുന്നത്. നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ട്രൈക്കോഡർമയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 1 കിലോ ട്രൈക്കോഡർമയ്ക്ക് 100 രൂപയാണ് ആവുന്നത്. നമുക്ക് ഈ ട്രൈക്കോഡർമ നമുക്ക് ഈ വേപ്പിണ്ണായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഫസ്റ്റ് അതിനായിട്ട് ട്രൈക്കോഡർമ നമുക്ക് വേപ്പിണ്ണായിട്ട് മിക്സ് ചെയ്യാം. ട്രൈക്കോഡർമ മിക്സ് ചെയ്യുന്ന വേപ്പിണ്ണാക്ക് എന്തിനാണ് മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രൈക്കോഡർമയുടെ കൾച്ചറിങ്ങിന് ഒരു എന്താ പറയുക, പെട്ടെന്ന് കൾച്ചറിങ് നടക്കാനായിട്ട് ഈ വേപ്പിണ്ണാക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വേപ്പിണ്ണാക്ക് ആദ്യം മിക്സ് ചെയ്യുന്നത്. വേപ്പിണ്ണാക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് 1 കിലോ ട്രൈക്കോഡർമയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ 1 കിലോ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് 10 കിലോ വേപ്പിണ്ണാക്കിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 കിലോ വേപ്പിണ്ണാക്ക് നമുക്ക് ട്രൈക്കോഡർമ മിക്സ്ചറായിട്ട് കിട്ടും. ഈ മിക്സ്ചർ ഇപ്പം ഈ 10 കിലോ വേണം നമുക്ക് 100 കിലോ ചാണപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചാണപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്യാം. ചാണപ്പൊടിക്ക് നമുക്കത് കാണിച്ചു തരാം. ഇതിൽ ഈ വെളുത്ത ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെളുത്ത അതാണ് നമുക്ക് ട്രൈക്കോഡർമ വരുന്നത്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മിക്സർ വേണം നമുക്ക് ചാണപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ട്രൈക്കോഡർമയും വേപ്പിണ്ണാക്കും ഈ വെള്ളപ്പൊടിയാണ് നമുക്ക് ട്രൈക്കോഡർമ 10 കിലോ വേപ്പിണ്ണാക്കിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് നമ്മൾ ചാണപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ചാണകപ്പൊടി നമ്മൾ നന്നായിട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. എന്തോരം ചാണകപ്പൊടി നമുക്ക് പൊടിച്ചു വെക്കാൻ പറ്റണം അത്രയും നമുക്ക് ചെടികളുടെ കടയ്ക്ക് വരുന്ന സമയത്ത് നല്ലതാണ്. ചാണകപ്പൊടി കട്ടയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളം ചെടികൾക്ക് വലിച്ചെടുക്കാണ്ട് കുറെ സമയം എടുക്കും മണ്ണോട് ചേരാനായിട്ട്. ഇങ്ങനെ നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ചെടികൾക്ക് വളം വേരിൽ ആഗിരണം ചെയ്യാൻ പറ്റും. അതുകൊണ്ടും ചാണകപ്പൊടി എപ്പോഴും നന്നായിട്ട് പൊടിച്ചിടാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചാണ് മേടിക്കാൻ നോക്കി. നമുക്കിതിന് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ചാണപ്പൊടിക്ക് നല്ല അത്യാവശ്യം നനവ് വേണം. നമുക്ക് ഏകദേശം ഒരു പുട്ടിനൊക്കെ നമ്മൾ പൊടി നനയ്ക്കുന്ന പോലെ തന്നെ നനവ് വേണം. ആ നനവ് ഉണ്ടെങ്കിലാണ് ട്രൈക്കോഡർമയുടെ കൾച്ചറിങ് പെട്ടെന്ന് നടക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കണം. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ശരിക്കും നല്ല തണലത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടിയിടണം. ഒരു 7 ദിവസം കഴിയുന്ന സമയത്ത് 7 ദിവസം നിന്ന് നന്നായിട്ട് മൂടിയിടാം. അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഒരു പാട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അത് അതിന്റെ കൾച്ചറിങ് ആണ്. 7 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 7 ദിവസം കൂടി ഇടാം. മൊത്തം 2 ആഴ്ച 15 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഫുള്ള് ട്രൈക്കോഡർമയായിട്ട് മാറിയിട്ടുണ്ടാവും. അത്ര സമയം എടുക്കും ഇതിന്റെ പ്രോസസ്സിങ്ങിനായിട്ട്. പിന്നെ നമുക്കത് ചെടികളുടെ കടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 3 മാസം കൂടുമ്പോഴായാലും നമുക്ക് കുരുമുളക് പോലത്തെ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഗ്യാപ്പിൽ നമുക്കിത് അതിന്റെ കടയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കട ചീല് പോലുള്ള ദ്രുതവാട്ടം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല, വരാതിരിക്കും. ഇതാണ് നമ്മുടെ ട്രൈക്കോഡർമ മിക്സ്. ഇപ്പോൾ നമ്മൾ കൂട്ടിയിട്ടിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീനിഷ് കളറിലൊരു ഫംഗസ് പൂപ്പൽ പോലെ നമുക്ക് കാണാം. അത് ആക്ച്വലി അതിൻ്റെ കൾച്ചറിങ് നിർണ്ണയിക്കുന്നതാണ്. ട്രൈക്കോഡർമയുടെ കൾച്ചറിങ് നിർണ്ണയിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ട്രൈക്കോഡർമ കൾച്ചർ ചെയ്യണത്. ഇനി നമുക്കിത് ഒന്നുകൂടി ഇത് ഇളക്കിയിട്ടിട്ട് 1 വീക്കും കൂടി കഴിയണം. നമുക്ക് ഇത് അഗൈൻ നമുക്ക് യൂസ് ചെയ്യത്തക്ക വിധത്തിലാവണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 1 വീക്ക് കൂടി കഴിക്കണത് നല്ലതാണ്. ഞാനിപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. കണ്ട നമുക്ക് ഒന്ന് ഇളക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത പൊടി ഫുള്ള് കാണുന്നതാണ്. ആക്ച്വലി ഇതാണ് നമുക്ക് ട്രൈക്കോഡർമ. നമുക്കത് ഫുള്ളാവാനായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. വെളുത്ത പൊടി ഫുള്ളായിട്ട് വെളുത്ത പൊടി ആയേക്കണ. നമുക്ക് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തിടണം. മിക്സ് ചെയ്തിട്ട് ഒരു 1 വീക്ക് കൂടി കഴിയുമ്പോഴേക്കും ഇത് ഫുള്ള് ഇതുപോലെ തന്നെ ആവും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ചെടികളും പച്ചക്കറികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരുവിധം അസുഖങ്ങളും അടിയിൽ നിന്നുള്ള വേരിൽ നിന്നുള്ള കേടുകളൊന്നും വരില്ല. ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും വേറെന്ത് മരങ്ങൾക്കായാലും. അപ്പോൾ നല്ലതാണ്, എല്ലാവരും ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അടിക്കുക.